ഗൈസ്, ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യണം. പിന്നെ ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചമ്മന്തിയാണ്. ചമ്മന്തിയുടെ ഇൻഗ്രീഡിയൻസ് ആണ്: ആദ്യം ഒരു പിടി തേങ്ങ ചിരവിയത്, പിന്നെ 3 വരമുളക്, 2 തണ്ട് കറിവേപ്പില, ഒരു പിടി മല്ലിയില, 2 വലിയ സവാള അരിഞ്ഞത്, പിന്നെ 2 തക്കാളി അരിഞ്ഞത്. നമ്മൾ ചമ്മന്തി വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പിൽ പാത്രം വെച്ചിരിക്കുകയാണ്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാൻ. ഞങ്ങൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അയൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് യൂസ് ചെയ്യുന്നത്, ഈ പാത്രം. നമുക്ക് ആദ്യം തന്നെ വറമുളക് ആഡ് ചെയ്യാവുന്നതാണ്. എണ്ണ ചൂടായത് ഞങ്ങൾ ഇത്തിരി ചൂടായപ്പോൾ തന്നെ ഇട്ടു. നമുക്കിനി വെയിറ്റ് ചെയ്യാം. ഇനി ജസ്റ്റ് ഒരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ആ വറമുളകിനെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പം എണ്ണത്തിന് നന്നായി ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മെല്ലെ മെല്ലെ നൈസായി സവാള ആഡ് ചെയ്തു. ഞങ്ങൾ ചൂടായപ്പോൾ തന്നെ ഫ്ലെയിം കമ്മിയാക്കി കേട്ടോ. കാരണം വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാം കൂടി മാനേജ് ചെയ്യാമെന്ന് വേണ്ടിയിട്ടാണ് കമ്മിയാക്കിയത്. നിങ്ങൾക്ക് ഫുള്ളായിട്ടിട്ടാണ് തന്നെ ചെയ്യാം. നിങ്ങൾ ഉള്ളി ആഡ് ചെയ്ത് ജസ്റ്റ് ഇളക്കി കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഹെൽത്തിന്. വേറെ ഓയിലും കുഴപ്പമില്ല, പക്ഷേ ഏറ്റവും ബെസ്റ്റ് വെളിച്ചെണ്ണയാണ്. നമ്മൾ പതിയെ അത് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഉള്ളി വഴണ്ട ശേഷമാണ് നമ്മൾ തേങ്ങയൊക്കെ ആഡ് ചെയ്യുന്നത്. ആദ്യം നമ്മളിപ്പോൾ ഇത്തിരി ഇളക്കിയതിന് ശേഷം കല്ലുപ്പ് 1 ടേബിൾ സ്പൂണാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതും കൈയളവാണ്. അരയ്ക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ കല്ലുപ്പ് ആഡ് ചെയ്യുന്നത്. പൊടിയുപ്പ് ആഡ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ തേങ്ങ ആഡ് ചെയ്യാൻ പോവാണ്. പതിയെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഞങ്ങൾ ഫ്ലെയിം കൂട്ടി വെച്ച് നമ്മൾ തേങ്ങ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റിയായ ചമ്മന്തിയാണ് കേട്ടോ. നമുക്കിത് വേണമെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ദോശ, ഇഡ്ഡലി എന്തിൻ്റെ കൂടെ നല്ല സൂപ്പർ ചമ്മന്തിയാണ്. ഇനി നമുക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ. പിന്നെ കറിവേപ്പില. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കാവുന്നതാണ്. ഫ്ലെയിം നിങ്ങളുടെ അനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ ചെയ്യാതെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അതിത്തിരി നന്നായി വഴണ്ട ശേഷം മാത്രം നമ്മൾ തക്കാളി ഇടാൻ പാടുള്ളൂ. അത് നമുക്ക് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതാണ്. 3 മിനിറ്റ് മതി ഇതൊന്ന് വഴണ്ടെടുക്കാൻ. ഉള്ളി നന്നായി വഴണ്ട് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ആഡ് ചെയ്യുന്നതാണ്. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം.
ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ അത്യാവശ്യം ആക്കാം. ഇത് തക്കാളി ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് വേവണം. അതുപോലല്ല, ജസ്റ്റ് അതിനൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഇനി അതൊന്ന് മൂടി വയ്ക്കാവുന്നതാണ്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. തുറന്നോട്ടം. എന്നിട്ട് നമ്മൾ ജസ്റ്റായിട്ടൊന്ന് പിന്നെ ഇളക്കി കൊടുക്കുക. അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. നല്ല മണമൊക്കെ ഇപ്പോൾ വരുന്നതായി. തക്കാളിയൊക്കെ ഒരുമാതിരി ആയിരുന്നു. ഇപ്പോൾ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 സെക്കൻഡും കൂടി ഒന്ന് വേണമെങ്കിൽ നമുക്ക് അടുപ്പിൽ തന്നെ വയ്ക്കാം. നമുക്കിത് ഓഫാക്കാവുന്നതാണ്. ഞങ്ങൾ ഓഫാക്കി. എന്നിട്ടിത് ചൂടാകാൻ വേണ്ടി വെള്ളത്തിലോ അങ്ങനെ ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ചൂടാറിയുണ്ട്. ഇനി നമുക്കിത് അരയ്ക്കാം ഗായ്സ്. അരയ്ക്കാൻ വേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇത് മെല്ലെ ഇടുകയാണ്. ഇനി നമുക്ക് അരച്ചതിന് ശേഷം കാണാം. സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞങ്ങൾക്ക് കട്ടി ചമ്മന്തിയാണ് ഇഷ്ടമായതുകൊണ്ടാണ് ഞങ്ങൾ കടുക് താളിക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ താളിക്കാവുന്നതാണ്. ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് സൂപ്പറായിട്ട്. അപ്പം നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇതുപോലെയുള്ള കുക്കിംഗ് വീഡിയോസിനായിട്ട് കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ കണ്ണനെയും കൂടി സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ കണ്ണൻ്റെ റീൽസിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ താങ്ക് യു.